പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ഒരുപാട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതും മനുഷ്യജീവിതത്തിൽ വെളിപ്പെടേണ്ടതുമായ ചില ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ ഭാഗത്ത് വായിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് 1 സ്നേഹം, 2 സന്തോഷം, 3 സമാധാനം, 4 ദീർഘക്ഷമ, 5 ദയ, 6 പരോപകാരം, 7 വിശ്വസ്തത, 8 സൗമ്യത, 9 ഇന്ദ്രിയജയം. ഇത് ഒരു മനുഷ്യനിൽ പ്രകടമാകുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിജയശ്രീലാളിതമായി വിജയത്തിന്റെ കൊടി പാലിച്ചുകൊണ്ടായിരിക്കണം ക്രിസ്ത്യ ജീവിതം. പരാജയത്തിന്റെ നടുവിലൂടെ ക്രിസ്ത്യ ജീവിതം നയിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കാൽവറിയിൽ സാത്താന്റെ തലയെ തകർത്ത് പാതാളത്തെയും മരണത്തെയും ജയിച്ച് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവൻ ഉയരങ്ങളിൽ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന വിജയശ്രീലാളിതനായി ഇനിയും വീണ്ടും മധ്യാകാശത്തിൽ തന്റെ സഭയെ ചേർക്കാൻ വരുന്ന യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ചുകൊണ്ട് നാം ആ വിജയക്കൊടി പാലിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്യും. അതിന് നമുക്ക് ആത്മാവിന്റെ ഫലം ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവം ആത്മാവിന്റെ ഫലങ്ങളെ ദൈവം നമുക്ക് തന്നു എന്ന് പറയുന്നത്. അനുദിന ജീവിതം എന്ന് പറയുന്ന ക്രിസ്ത്യ ജീവിതം സ്വാതന്ത്ര്യത്തിനധീനം. സ്വാതന്ത്ര്യത്തിൽ കർത്താവ് നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിന്നായിരിക്കണം. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അടിമത്തത്തിലാകരുത്. അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം വായിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമരോഗത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുതെന്ന് പറഞ്ഞ് ആരംഭിച്ച് 5-ാം അധ്യായം അതിന്റെ 18 തൊട്ട് വാക്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തി തന്നിട്ട് ആ ജഡത്തിന്റെ പ്രവൃത്തികളെ മുഴുവൻ ഉരിഞ്ഞു കളഞ്ഞ് രക്തം ചെയ്യും. ആത്മാവിന്റെ ഫലമുള്ളവനായി മാറണം ഓരോ ക്രൈസ്തവ വിശ്വാസിയുമെന്ന്, അതുപോലെ ലോകത്തിലുള്ള സകല ജനങ്ങളും അതേ അനുഭവത്തിലെത്തണമെന്ന് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ് 2025-ലധികം വർഷമായിട്ട് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൂതാണ്. അല്ലേലിയ. സകല മാനവകുലങ്ങളും ക്രിസ്തു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം. അല്ലേലിയ. പാപത്തിന്റെ ശരീരം, പാപത്തിന്റെ ജഡം, പാപം വസിക്കുന്ന ഈ കൂടാരം, അത് സാത്താന് അല്ലേലിയ ആധിപത്യം പുലർത്താൻ വേണ്ടി അവന് നമ്മളെ അവകാശം പറഞ്ഞെടുക്കും. അങ്ങനെയുള്ള അവകാശവാദത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും പുറത്തു വന്ന് ക്രിസ്തുവിൽ ജയോത്സവമായ ജീവിതം നയിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിൽ എപ്പോഴും സൗരഭ്യമായിരിക്കണം. അല്ലേലിയ. ക്രിസ്തുവിൽ നമ്മൾ എപ്പോഴും സുഗന്ധം വീശുന്നവരായിരിക്കണം. അല്ലേലിയ. ദൈവത്തിന്റെ പ്രിയ മക്കളായി മാറണം. നമ്മൾ ദുർഗന്ധം വമിക്കുന്നവരും ദുർഗന്ധം പരത്തുന്നവരുമായി മാറിയാൽ ജനം നമ്മെ കാണുമ്പോൾ നമ്മെ പരിഹസിക്കും. ജനം നമ്മെ കാണുമ്പോൾ അവർ ഓടി ഒളിക്കാൻ ശ്രമിക്കും. എന്നാൽ നാം സുഗന്ധം വീശുന്നവരാണെങ്കിൽ ജനം നമ്മോട് ചേർന്ന് വസിപ്പാടെയാവും. പ്രൈസ് ദി ലോർഡ്. ഞാനിതൊക്കെ പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ പറയുവാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നയ്ക്ക് ഇത് നമുക്കറിയാം. ഒരു കൊട്ട മത്തി സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പറയുന്നത്. ചൊല്ലുന്ന ഒരു പടിചൊല്ലാം. ഒരു കൊട്ട മത്തിക്കകത്ത് എല്ലാം ഫ്രഷ് മത്തിയൊന്നുമല്ല, അതിനകത്ത് ചീഞ്ഞതുണ്ടാകും. ഒരു ചാക്ക് തക്കാളി പൊട്ടിച്ചാൽ അതെല്ലാം ഫ്രഷിനകത്ത് ആമേലടിയാണ്, ചീഞ്ഞതുണ്ട്. ഞാൻ പലപ്പോഴും ഫ്രൂട്ട്സ് കടയിലൊക്കെ പോകുമ്പോൾ അവർ പുതിയ പെട്ടി പൊട്ടിക്കുമ്പോൾ എല്ലാം ഫ്രഷ് അല്ല, അതിനകത്ത് ചീഞ്ഞതുണ്ട്. അല്ലേ? അപ്പൊ എല്ലാ വിഭാഗത്തിലും അത് ഉള്ളത് കൊണ്ട് അല്ലേലൂയ സ്തോത്രം, മനുഷ്യ ജീവിതത്തിലും അത് തന്നെയുണ്ട്. എല്ലാ മനുഷ്യരുടെയിലും നല്ലതുകൊണ്ട് വേറെ മോശമായതുകൊണ്ട്. അത് ദൈവസഭയ്ക്കകത്തുണ്ട്, എല്ലാ വിശ്വാസ കോളങ്ങളിലുമുണ്ട്. അപ്പൊ ഒരു പെട്ടി ആപ്പിളിനകത്ത് ഒരു ആപ്പിൾ മോശമായതുകൊണ്ട് അല്ലേ അതിനകത്തുള്ള എല്ലാ ആപ്പിളും മോശമാകണമെന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഇന്നത്തെ ലോകത്തിലൊരു കൂട്ടജനം. അങ്ങനെ പരിഹസിക്കുന്നവരെ ഒരുപാട് പേരെ എനിക്കറിയാം. പലരും അങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹസിച്ച് പലരെയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവർ ദൈവസഭയ്ക്കകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്.
നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഓരോരുത്തരെ പഴിചാരുമ്പോൾ അപമാനിക്കുമ്പോൾ ആത്മാവിന്റെ ഫലത്തെ നിറഞ്ഞ് ശുശ്രൂഷ ചെയ്ത ദൈവദാസന്മാർക്ക് നേരെ നിങ്ങൾ ആക്ഷേപവും പരിഹാസവും കൊണ്ടുവരുമ്പോൾ അവർ ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ദൈവം നിങ്ങളോട് കണക്ക് ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. രക്തം ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് തീരുമാനിക്കാം. അപ്പൊ ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, അല്ലേരിയ, അങ്ങനെ 9 വിധത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുക. അപ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലങ്ങൾ 9നെയും വിവിധ നിലകളിലാണ് വർണ്ണിച്ചത്. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായതാണ്, ഒരു ദൈവഭക്തൻ ആത്മാവിന്റെ ഫലങ്ങളെ 9 നിലകളിൽ അതിനെ വർണ്ണിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് സ്നേഹം എന്നത് അനുസരണയുടെ ഈറ്റുറമാകുന്നു എന്നുള്ളതാണ്. സ്നേഹം എന്നത് അനുസരണയുടെ ഒരു ഊറ്റുറവ് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ രണ്ടാമത് എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ പുഷ്പത്തോടാണ് ചേർത്ത് പണിയുന്നത്. പ്രൈസലോട്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സമാധാനമാണ്. സമാധാനം എന്നത് പ്രത്യാശയുടെ വെളിപ്പാടാണ്. പ്രൈസലോട്. നാലാമത്തെ കാര്യം ദീർഘക്ഷമ എന്നത് മൗനത്തിന്റെ തോഴനാണ്. മൗനത്തിന്റെ തോഴൻ. ഹല്ലേലൂയ. സ്തോത്രം. അഞ്ചാമതായി ദയ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പുത്രിയാണ്. പ്രൈസലോട്. ആറാമതായിട്ട് പരോപകാരം എന്നത് കൃപയുടെ പ്രവൃത്തിയാണ്. പ്രൈസലോട്. ഏഴാമതായി വിശ്വസ്തത എന്നത് ധൈര്യത്തിന്റെ ഉത്തമമാണ്. പ്രൈസലോട്. ഒൻപതാമത്തെ കാര്യം സൗമ്യത എന്ന് പറയുന്നത് സ്തോത്രം. അത് എട്ടാമത്തെ കാര്യം സൗമ്യത എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്ത ആണ്. ഹല്ലേലൂയ. കർത്താവിനെ പറഞ്ഞു, ഞാൻ സൗമ്യതയുള്ളവനാകിയാൽ നിങ്ങൾ എന്റെ അനുഭവേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷം 15:20 കാണുന്നുണ്ട്. ഒൻപതാമത്തെ ഫലമാണ് ഇന്ദ്രിയജയം. ഇന്ദ്രിയജയം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭരണം നമ്മളിൽ നടത്തുന്നതാണ്. അപ്പൊ ആത്മാവിന്റെ ഫലങ്ങൾ ഈ 9 കാര്യങ്ങളെ കുറിച്ച് ഒരു ദൈവഭക്തൻ ഇത്ര ആധികാരികമായി 9നെ കുറിച്ച് രേഖപ്പെടുത്തി നമുക്ക് പകർന്നു തരുമ്പോൾ, നമ്മോട് അത് അറിയിക്കുമ്പോൾ ഈ ആത്മാവിന്റെ ഫലം നമ്മളിൽ ഉണ്ടോ എന്നുള്ളതാണ്. അല്ലേ? ആരുടെയെങ്കിലും ഉള്ളിൽ നിന്ന് ഈ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് അവർക്ക് ഒരു ദിവസം ക്രിസ്തുവിനെ പൂർണ്ണമായി പറ്റി നിൽക്കാൻ കഴിയുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ചോദിച്ച അമ്മ പാസ്റ്റർ കൊണ്ടോ, ഞാൻ എന്നെ കൂടെ കൂട്ടിയാ പറയുന്നത്. പ്രൈസ്. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് ഹല്ലേലൂയ ആത്മാവിന്റെ ഫലങ്ങളാൽ നിറയപ്പെട്ട് മറ്റുള്ളവർക്ക് മധുരം കൊടുക്കുന്ന, സമാധാനം കൊടുക്കുന്ന, സന്തോഷം കൊടുക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, കരുതുന്ന ഒരു നല്ല അനുഭവത്തിന്റെ ഉടമയായിരിക്കണം ഓരോ ക്രൈസ്തവ വിശ്വാസി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഹല്ലേലൂയ ഒരു കോർട്ടിലെ ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്നത് പോലെ തട്ടിക്കളിക്കുവാനുള്ളതല്ല. ക്രൈസ്തവ ജീവിതം അടിച്ചുറപ്പാക്കി ഹല്ലേലൂയ ആമേൻ അതിനെ പരിപാലിക്കണം. പ്രൈസ്. അത് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനെ പോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിനകത്തും നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങളെ പാറമേൽ അടിസ്ഥാനമിട്ട് ഉറപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഹൃദയത്തിനകത്ത് ഉറപ്പിക്കണം. പ്രൈസ്. വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഒരാൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ജഡത്തിന്റെ പ്രവർത്തികളിലേക്ക് തിരിയുവാൻ പാടില്ല. പ്രൈസ്. ജഡത്തിന്റെ പ്രവൃത്തിയെ നാം ഉരിഞ്ഞു കളഞ്ഞിട്ടാണ് ക്രിസ്തുവിനെ ധരിച്ചത്. ക്രിസ്തുവിനെ ധരിച്ചത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചത്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ ദൈവം നമുക്ക് തന്നത്. ആ ഫലത്തിനകത്ത് അവസാനത്തോളം നിൽക്കണം. രക്തം ചെയ്യാം. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. നിങ്ങൾ ആപ്പിൾ തോട്ടമൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ മൂന്നാർ ഭാഗത്തൊക്കെ പോകണം. അവിടെ ചെല്ലുമ്പോൾ ആപ്പിൾ തോട്ടമൊക്കെ കാണാൻ കഴിയും. ഇല്ലെങ്കിൽ ചില ഭാഗത്ത് ഞാൻ പോയിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. സ്തോത്രം. അങ്ങനെ ആപ്പിൾ തോട്ടത്തിലൂടെ നാം കയറി ഇറങ്ങി നടക്കുമ്പോൾ ഈ ആപ്പിൾ മരം അവിടെ ഈ ആപ്പിൾ തൈ അതിനെ അവിടെ വെച്ച് വളർത്തി പരിപാലിച്ചു വളർന്ന വൃക്ഷമായി ആപ്പിൾ ഫലം കായ്ച്ചു തുടങ്ങി. ഇനി ആപ്പിൾ അത് എന്ത് നശിക്കുന്നോ അതുവരെ ഒരു ആപ്പിൾ മാത്രമേ കൊടുക്കുള്ളൂ. ആപ്പിൾ മരത്തിനകത്ത് പിന്നെ വേറൊരു മുന്തിരിങ്ങ ഉണ്ടാകത്തില്ല. ഇനി നിങ്ങൾ പറയും ആപ്പിൾ മരം കാണാൻ നമ്മളോട്ട് പോകണ്ടേ? നിങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന മാവ് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ വെച്ച് പിടിപ്പിച്ച് നട്ടുപുളർത്തിയെടുത്ത മാവ്, ആ മാവ് ഒരു മൂവാണ്ടൻ മാവാണെങ്കിൽ, അതൊരു കോമാവാണെങ്കിൽ
ഇനി അതൊരു സേലം മാങ്ങ അങ്ങനെയുള്ള എന്തെങ്കിലും ആകട്ടെ, അതിൽ ആ മാങ്ങ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അല്ലേ? ആ മാവ് എന്ന് നിങ്ങൾ വെട്ടി മുറിച്ച് വിൽക്കുന്നോ, അല്ലെങ്കിൽ ആ മാവ് എന്ന് ഉണങ്ങി തീർന്നോ, അതിന്റെ ഫലത്തിന്റെ കാലാവധി കഴിയുന്നോ, അതുവരെ അതിൽ മാങ്ങ ഉണ്ടാകുന്നു. പ്രൈസ്, അതിൽ മറ്റൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന ശ്രോതാവി, നാം ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ വീണ്ടും പ്രാപിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിലൂടെ വീണ്ടും തന്നെ പ്രാപിച്ചാൽ, നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ മാത്രമേ നമ്മുടെ മരണം വരെയും പുറത്തു വരാവുള്ളൂ. അതിനിടയിൽ മറ്റൊരു ഫലം കായ്ക്കാൻ പാടില്ല എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ടാണ് ഈ സാമ്യ സ്തോത്രം, ഈ ദൈവഭക്തൻ ആത്മാവിന്റെ ഫലങ്ങളെ 9 നിലകളിൽ വർണ്ണിച്ച്. ഒന്നുകൂടെ ഞാൻ പറയാം. സ്നേഹം എന്നത് അനുസരണത്തിന്റെ ഊറ്റുറവാകുന്നു. സന്തോഷം എന്നത് പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ പുഷ്പമാണ്. സമാധാനം എന്നത് പ്രത്യാശയുടെ വെളിപ്പാണെന്ന്. ദീർഘക്ഷമ എന്നത് മൗനത്തിന്റെ തോഴനാണ്. ദയ എന്നത് സ്നേഹത്തിന്റെ പുത്രിയാണ്. പരോപകാരം എന്നത് കൃപയുടെ പ്രവൃത്തിയാണ്. വിശ്വസ്തത എന്നത് ധൈര്യത്തിന്റെ ഉത്തമമാണ്. സൗമ്യത എന്നത് ക്രിസ്തുവിന്റെ ചിന്തയാണ്. ഇന്ദ്രിജയം വിശ്വാസത്തിന്റെ ഭരണമെന്ന് ഈ 9 നിലകളിൽ ഞാനും നിങ്ങളും വിധേയപ്പെട്ടിരിക്കണം. രക്തജയം. ഒരു ആത്മീയന് എന്തും വിളിച്ചു പറയാനുള്ള അധികാരമില്ലെന്നേ. എന്തും വിളിച്ചു പറയാനുള്ള അധികാരമില്ല. പ്രൈസലോ. ഒരു ആത്മീയനെന്ന് പറയുന്നത് അല്ലറിയ, അവൻ വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രം ഉച്ചരിക്കണം. പ്രൈസ്. സ്നേഹത്തിന്റെ വാക്കുകൾ മാത്രം ഉച്ചരിക്കണം. ഇന്ദ്രിജയം എന്ന് പറയുന്നത് ആ വിശ്വാസത്തിന്റെ ഭരണം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ ഉണ്ടായിരിക്കണം. രക്തജയം. എങ്കിൽ മാത്രമേ സ്നേഹാദരവോടുകൂടി നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുള്ളൂ. നിങ്ങളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനും നിങ്ങൾ എണ്ണണം. തന്നെക്കാൾ ശ്രേഷ്ഠൻ മറ്റുള്ളവരെ എണ്ണണം. നിങ്ങൾ ഒരുപക്ഷെ വലിയ ഉത്തമനായിരിക്കാം, ശ്രേഷ്ഠനായിരിക്കാം, നല്ല രാജകീയ കുടുംബത്തിൽ വലിയ രാജകീയ ജീവിതം നയിക്കുന്നവനായിരിക്കാം, നല്ല ജോലി, സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾ സഭയുടെ വലിയ ഹെഡൊക്കെ ആയിരിക്കാം. എങ്ങനെയൊക്കെ ഇരുന്നാലും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു കുഞ്ഞു കുട്ടിയായിരിക്കട്ടെ വിശ്വാസി, സാധാരണക്കാരനല്ല, അവനെ പോലും നിങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണപ്പോഴാണ് ആത്മാവിന്റെ ഫലം ഉണ്ടാകുന്നത്. അല്ലേ? ഞാൻ പല മീറ്റിങ്ങുകളും പല സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ചില ദൈവദാസന്മാരുടെയൊക്കെ സ്വഭാവങ്ങൾ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ചില സഹോദരിമാരും കുഞ്ഞുങ്ങളും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ തട്ടി മാറ്റി വിടും. അല്ലേ? പോ സമയമില്ല എന്നൊക്കെ പറയും, പിന്നെ ഏട്ടെന്നൊക്കെ പറഞ്ഞു വിടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനെന്തപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആത്മാവിന്റെ ഫലമാണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അല്ലെ, ആത്മാവിന്റെ ഫലത്തിന്റെ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്തതെങ്കിൽ, നമ്മൾ ശുശ്രൂഷ കഴിഞ്ഞ് എത്ര ക്ഷീണിതനായിരുന്നാലും എത്ര മടുപ്പായിരുന്നാലും അല്ലേരിയ, നമ്മൾ ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുക, അവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠത എണ്ണി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു പകൽ മുഴുവൻ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, വിവിധ നിലകൾ യേശു ശുശ്രൂഷിച്ചിട്ട് രാത്രിയിൽ അവൻ മലമേൽ പോയി പ്രാർത്ഥിക്കുന്നു. വീണ്ടും പ്രഭാതത്തിൽ ശുശ്രൂഷ ആരംഭിക്കുന്നു. തന്റെ അരികിൽ കടന്നു വന്നവരെ ആരും മാറ്റി ഒഴിവാക്കി വിട്ടില്ല. ഹല്ലേലൂയ. തന്റെ അരികിൽ വന്നവർക്കെല്ലാം സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. ആ കർത്താവാണ് നമ്മുടെ ഉള്ളിലെ ആത്മാവിന്റെ ഫലങ്ങളെ തന്നിരിക്കുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആത്മഫലമുള്ളവരായി മാറണം. പ്രൈസലോ. ഇത് വെറും വാക്കുകൊണ്ട് പ്രാസത്തിനൊത്ത് പ്രസംഗിക്കുന്നതിലല്ല കാര്യം, പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതാണ്. ഇത് വെളിപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലേ? പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ്. പ്രസംഗം എങ്ങനെ ചെയ്യാം, അല്ലേ? പ്രസംഗം എങ്ങനെ വേണമെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷെ ജീവിതമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രസംഗിക്കുന്ന ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ആത്മാവിന്റെ ഫലത്തിൽ നിറഞ്ഞു നിന്നാണോ ചെയ്യുന്നത്? അല്ലേ? ഇവിടെ അല്ലൊരു സ്തോത്രം. അല്ലെങ്കിൽ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഞാനൊരു പുസ്തകത്തിൽ ഒരു കഥ വായിച്ചു. അതും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു പോരാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ലണ്ടൻ നഗരത്തിൽ ഒരു നദിയുടെ അരികിൽ കൂലിവേല ചെയ്തിരുന്ന ആളുകളോട് കൂടെ ഒരു പാതിരിയും തന്റെ അങ്കി അഴിച്ചു വെച്ചിട്ട് ഒരു കൂലിക്കാരനെ പോലെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അല്ലേ? അപ്പൊ ഈ പാതിരിയും വന്നിട്ട് ഈ നദിയുടെ തീരത്ത് വേല ചെയ്യുന്ന ആ വ്യക്തികളോടൊപ്പം ഒരു കൂലിക്കാരനെ പോലെ ഈ പാതിരി വേല ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെ ആയാലും ഒരാളിനെയെങ്കിലും ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തണം എന്നുള്ളതാണ് ഈ പാതിരിയുടെ തീരുമാനം. ഈ നദിയുടെ തീരത്ത് വേല ചെയ്യുന്ന അനവധി ആളുകളുണ്ട്.
അവരിൽ ആരെയെങ്കിലും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം, ക്രിസ്തുവിലേക്ക് നടത്തണം. അതിന് ആ വേലക്കാരൻ ഒരുവനെ പോലെ വേലക്കാരന്റെ വസ്ത്രം ധരിച്ചല്ലേലുയ്യ ഈ പാതിരി അവരോടൊപ്പം നിന്ന് വേല ചെയ്യുക. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒറ്റ ലക്ഷ്യം, ഈ നിന്ന് ജോലി ചെയ്യുന്നവരെല്ലാം പാപിയായ മനുഷ്യനാണ്. അവർക്ക് ഈ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന ആ സ്നേഹത്തെ പകർന്നു കൊടുക്കണം, അവരെ ക്രിസ്തുവിലേക്ക് നയിക്കണം. അങ്ങനെ അദ്ദേഹം അവരോട് കൂടെ ജോലി ചെയ്യുക. എന്നാൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഒരു പുരോഹിതനെന്നറിയാതെ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ ആ ഉള്ള ഒരു മനുഷ്യൻ, ഒരു വേലക്കാരൻ, ഇദ്ദേഹം ഒരു പുരോഹിതനാണെന്നറിയാതെ, ഒരു പാതിരിയാണെന്നറിയാതെ ആ വേലക്കാരൊപ്പം വേലയുടെ വസ്ത്രം ധരിച്ച് പണിയുന്നത് കണ്ട്, കൂലിവേല ചെയ്യുന്നുണ്ട്, വളരെ പരിഹസിച്ചു. അല്ലേലൂയ. അവസാനം ഈ പരിഹസിച്ച മനുഷ്യൻ എന്ത് ചെയ്തു? ആ മനുഷ്യനെ, ആ പാതിരിയെ തള്ളി നദിയിലിട്ടു. അല്ലേലൂയ. നദിയിൽ അദ്ദേഹം വീട് കഴിഞ്ഞപ്പോൾ തലയിലുള്ള ചുമടോടുകൂടെ ആ വെള്ളത്തിനുള്ളിലേക്ക് വീണു. ഈ പാതിരിയുടെ തലയിൽ ചുമടും കണ്ടു വരുവാണ്. അദ്ദേഹം ആ മനുഷ്യൻ തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ തലയുടെ ചുമടോടുകൂടി ആ വെള്ളത്തിൽ വീണു. അല്ലേലൂയ. ആ വെള്ളത്തിൽ വീണു. ഇത് കണ്ടവരെല്ലാം കരയിൽ നിന്ന് അങ്ങ് പരിഹസിക്കാൻ തുടങ്ങി. ഈ പാതിരിക്ക് ഈ പരിഹാസം കേട്ടപ്പോഴും, ഈ നിന്ദകൾ കേട്ടപ്പോഴും, എല്ലാവരും തന്നെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോഴും പാതിരിയുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും വിദ്വേഷം വന്നില്ല. അല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ പാതിരിയുടെ ഹൃദയത്തിൽ ആ വിദ്വേഷം വരാതെ? താൻ വേല ചെയ്തുകൊണ്ടിരുന്നതിനകത്തുനിന്ന് ഒരു കൂലിക്കാരൻ തന്റെ ചുമടോടുകൂടി നദിയിൽ തള്ളിയിട്ടിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വരാതെ മറ്റുള്ള പരിഹസിച്ചപ്പം പരിഹാസത്തിന് പിറുവിറുക്കാൻ നിന്നത് ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹത്തിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചിട്ടാണ് ആ പാതിരി ആത്മാവിന്റെ ഫലം ഏറ്റെടുത്തത്. ആത്മാവിന്റെ ഫലം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ആത്മഫലമുള്ളവൻ ആമീൻ നമ്മെ മറ്റൊരാൾ പരിഹസിക്കുന്ന കാണുമ്പോൾ അവർക്ക് നേരെ പിറുവിറുക്കാതെ ആ മനുഷ്യന്റെ ലക്ഷ്യം എന്താണ്? ഇവനെ എനിക്ക് ക്രിസ്തുവിലേക്ക് നേടണം. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്ത്, നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷയ്ക്കകത്ത് ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റിട്ടില്ലേ? ഒരുപാട് നിന്ദകൾ ഏറ്റിട്ടില്ലേ? ഈ പാതിരിയെ തള്ളി ഈ നദിയിലേക്ക് തള്ളിയിട്ടതുപോലെ നിങ്ങളെ പലരും തള്ളിയിടാൻ ശ്രമിച്ചിട്ടില്ലേ? പലരും നിങ്ങളെ തള്ളിയിടാൻ മുമ്പോട്ട് വന്നിട്ടില്ലേ? ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളും പലപ്പോഴും മനസ്സുകൊണ്ട് തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ള വേലക്കാരെല്ലാം ഈ പാതിരിയെ പരിഹസിച്ചതുപോലെ നിങ്ങളെ പരിഹസിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളെ പരിഹാസത്തിന്റെ നടുവിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങളെ പരിഹസിക്കുന്നവരെ കണ്ട് നിങ്ങൾ പിറുവിറുത്തിട്ടുണ്ടോ? അത് അവരോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അവരോട് നിങ്ങൾക്ക് പുച്ഛം തോന്നിയിട്ടുണ്ടോ? അവരോട് നിങ്ങൾക്ക് വൈരാഗ്യം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശുശ്രൂഷയിലായിരുന്നാലും ആത്മജീവിതത്തിലായിരുന്നാലും വിജയിക്കാൻ കഴിയത്തില്ല. ഈ പാതിരിയെ പോലെ തന്നെ പരിഹസിക്കുന്ന മനുഷ്യനോട് പുച്ഛവും നിന്ന് അപമാനം തോന്നാതെ അവനെ ക്രിസ്തുവിലേക്ക് നേടണമെന്നുള്ള പാതിരിയുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ ആയിരിക്കണം ഓരോ ഭക്തന്റെ ഉള്ളിലുണ്ടാകാൻ. ഞാൻ ആ വചനം വായിച്ചപ്പോൾ എനിക്കൊരു മാനസാന്തരം വന്നു. ഞാൻ ചിന്ത വായിച്ചപ്പോൾ എനിക്കും ഒരു മാനസാന്തരം വന്നു. അപ്പം കാരണം ഞാനൊക്കെ ഒരുപാട് പരിഹാസങ്ങളേക്കാറുണ്ട്. ഇപ്പോഴും ഒരുപാട് പരിഹാസം കാരണം കൂടാതെ പലരും പരിഹസിക്കും. അപ്പോഴൊക്കെ ഞാൻ ഈ പാതിരിയുടെ ചിന്തകളൊക്കെ എൻ്റെ ഉള്ളിൽ വരും. ആ മനുഷ്യനെ തള്ളി നദിയിലേക്ക് എറിഞ്ഞിട്ടും ആ മനുഷ്യനൊന്നും പറയാതെ ഈ മനുഷ്യനെ നേടണമുള്ള ചിന്തയിലൂടെ നിന്നതുപോലെ നമുക്ക് ആത്മാക്കളെ നേടാൻ കഴിയണം. ഒത്തിരി പ്രശ്നങ്ങൾ വരുമെന്നേ, ഒരുപാട് പ്രശ്നങ്ങൾ വരും, ഒരുപാട് സങ്കടങ്ങളൊക്കെ വരും. അവിടേക്ക് ആത്മസംയമനമാണ് നമുക്ക് ആവശ്യം. സദൃശവാക്യത്തിൽ ഞാൻ എപ്പോഴും പറയാറൊക്കെ ഒരു വാക്കാണ്, ആത്മസംയമനം ഇല്ലാത്തവൻ മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെ എന്നാണ്. അല്ലേരിയ. മതിലിടിഞ്ഞു കിടക്കുന്ന പട്ടണത്തിനകത്തേക്ക് ഏത് മൃഗങ്ങൾക്കും ഇഴജാതികൾക്കും എപ്പോഴും കയറിക്കൂടാവുന്ന, എപ്പോഴും കാരണം മതിലില്ലല്ലോ. മതിലില്ലാത്ത പട്ടണത്തിലേക്ക് എല്ലാം വരും. എന്നാൽ മതിലുള്ള പട്ടണത്തിനകത്ത് ആർക്കും പ്രവേശിക്കാൻ കഴിയത്തില്ല. അല്ലേ? അത് സുരക്ഷിതം എന്ന് പറഞ്ഞാല് ആത്മസംയമനം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ലോകത്തിലെ ഒരു ചിന്തകളും നുഴഞ്ഞു കയറത്തില്ല. ഈ പാതിരി ആത്മസംയമനം ഉള്ളവനായിരുന്നത് കൊണ്ട് താൻ പരിഹസിക്കപ്പെട്ടപ്പോൾ, നിന്ദിക്കപ്പെട്ടപ്പോൾ, നദിയിലേക്ക് തന്നെ തള്ളിയിട്ടപ്പോഴും ആത്മസംയമനം എന്ന വേലിക്കെട്ടിനകത്ത് അദ്ദേഹം ഉറച്ചു നിന്നുകൊണ്ട് തൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹത്തിന്റെ ഫലം കൊടുത്തു, ആത്മാവിന്റെ ഫലം കൊടുത്തു. നമുക്കതിന് കഴിയുമോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഈ കരയിൽ നിൽക്കുന്നവരെല്ലാം ഈ പാതിരി വെള്ളത്തിൽ ഈ ചുവടുകെട്ടുമായിട്ട് നീന്തുന്നത് കണ്ട് പരിഹസിക്കുകയാണ്. നമ്മൾ ചിലരും അങ്ങനെയൊക്കെ ആയിരുന്നു, അല്ലേ? എന്നിട്ട് ആ പുരോഹിതൻ പ്രാർത്ഥിച്ചുകൊണ്ട് ചുവടുകളെയും കരകയറ്റിക്കൊണ്ട് കരയിലേക്ക് വന്നു.
ആ മനുഷ്യൻ ആ ചുവടൊന്നും കളയാതെ ആ നദി നീന്തിയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം അതുമായിട്ട് അരയിലേക്ക് വന്നു. അദ്ദേഹത്തെ നദി തള്ളിയിട്ട മനുഷ്യനോട് ക്ഷമിക്കുകയും സ്നേഹമായി സംസാരിക്കുകയും ചെയ്തു. ആ പാതിരി നദി തള്ളിയിട്ട മനുഷ്യനോട് സ്നേഹത്തിൽ സംസാരിച്ചു, ക്ഷമിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ ആത്മാവിന്റെ ഫലം സ്നേഹം അദ്ദേഹത്തിനുള്ളിൽ ഉള്ളത് കൊണ്ട് ഈ പാതിരിക്ക് അദ്ദേഹത്തോട് ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുക, ക്ഷമിക്കുക. ഹല്ലേലൂയ. ക്ഷമിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം ക്ഷമിക്കുകയും ചെയ്തു, സ്നേഹമായി സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പുരോഹിതനോട്, സഹോദരൻ, ഞാൻ ഒരു കൂലിക്കാരനല്ല, ശ്രേഷ്ഠനായ ഒരു വക്കീലാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹം പുരോഹിതനോട് പറയാണ്, സഹോദരൻ, ഞാൻ ഒരു കൂലിക്കാരനല്ല, ശ്രേഷ്ഠനായ ഒരു വക്കീൽ. എന്നാൽ മദ്യപാനത്തിന്റെ അടിമയായതുകൊണ്ട് എന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ഭാര്യയും മക്കളും എന്നെ അടിച്ചു പുറത്താക്കി. അല്ലെങ്കിൽ ഈ പാതിരി തള്ളിയിട്ട മനുഷ്യൻ പറയാണ്, ഞാനിവിടെ ഒന്ന് വേല ചെയ്യുന്നത് ഒരു കൂലിക്കാരനായിട്ടല്ല, ഞാൻ വക്കീലായിരുന്നു, ഒരു അഡ്വക്കറ്റ് ആയിരുന്നു. എന്റെ മദ്യപാനം ദുർജീവിത മുഖാന്തരം, എന്റെ വഴിവിട്ട ജീവിത മുഖാന്തരം എന്റെ ഭാര്യയും മക്കളും എല്ലാം എന്നെ ആട്ടി പുറത്താക്കി. ഇന്നെനിക്ക് ജീവിക്കാൻ മാർഗമില്ല. അതുകൊണ്ടാണ് ഞാൻ വന്ന് ഈ കൂലിക്കാരോടൊപ്പം ഞാനും കൂലിവേല ചെയ്യുന്നത്. ഉപജീവനം നടത്തണ്ടേ, ജീവിതം കഴിഞ്ഞു പോകണ്ടേ, അതുകൊണ്ട് ഞാൻ വേല ചെയ്യുക അല്ലേലി എന്ന് ഈ മനുഷ്യൻ, ഈ പാതിരിയായിരിക്കുന്ന ഈ പാതിരിയോട് പറഞ്ഞു. ഹല്ലേലൂയ. അതല്ല, ഈ പുരോഹിതൻ വളരെ സന്തോഷത്തോടെ കേട്ടു നിന്നിട്ട് പുരോഹിതൻ അദ്ദേഹത്തെ ആശ്വാസപ്പെടുത്താൻ തുടങ്ങി. ഈ പുരോഹിതൻ അദ്ദേഹത്തെ ആശ്വാസപ്പെടുത്താൻ തുടങ്ങി, സ്നേഹിക്കാൻ തുടങ്ങി, അതിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ അവസാനം രണ്ടുപേരും വേലയിൽ നിന്ന് കീറുന്ന സമയമായപ്പോൾ ഈ പാതിരി പറഞ്ഞു, സഹോദര, ഇന്ന് എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് പോരെ, എന്റെ വീട്ടിലേക്ക് പോരെ, എന്റെ വീട്ടിൽ അന്തി ഉറങ്ങാം, എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാം, നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര വേദന വന്നു. അദ്ദേഹത്തെ ഞാൻ നദിയിൽ തള്ളിയിട്ടിട്ടും പരിഹസിച്ചിട്ടും അദ്ദേഹം എന്നോട് ക്ഷമിക്കുകയും എന്നോട് സംസാരിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്ത് എന്റെ വിഷയങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്ന് എന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഈ മനുഷ്യൻ ആരായിരിക്കും? അദ്ദേഹം ചിന്തിക്കണം, ഈ മനുഷ്യൻ ആരായിരിക്കും? ലേരിയ ഇത്രമാത്രം എന്നെ കരുതുവാൻ ഈ മനുഷ്യൻ ആരായിരിക്കും? എന്താണ് എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത്? അങ്ങനെ ഈ പാതിരി അദ്ദേഹത്തെ കൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി അല്ലറിയ അദ്ദേഹത്തെ ഉപദേശിച്ച് അദ്ദേഹത്തിന്റെ വേദനകളെല്ലാം കേട്ട് ആശ്വാസത്തിന്റെ വചനം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ മുറിവുകളൊക്കെ കേട്ടുവാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പോയി, 2 ദിവസം പോയി, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വേലക്കാരൻ അല്ലറിയ ഈ വക്കീൽ എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പാതിരിയുടെ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ മനുഷ്യൻ എന്തോ ഒരു വ്യത്യസ്ത മനുഷ്യനാണ്, ഇദ്ദേഹത്തിന് എന്നെക്കാൾ എന്തൊക്കെയോ ശ്രേഷ്ഠതയുണ്ട്. അദ്ദേഹത്തിന് അത് ചോദിക്കുവാനും മനസ്സിലാക്കുവാനും ഒരു ഭയമായതുകൊണ്ട് അദ്ദേഹം മനസ്സോടെ ഭയപ്പെട്ട് ചോദിച്ചു, അല്ല സഹോദരി, എന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ, എന്നെ ഇത്രമാത്രം കരുതുവാൻ, എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ, എനിക്ക് ഭക്ഷണം തരുവാൻ, വസ്ത്രം തരുവാൻ, എന്നെ ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾ ആരാണ്? ഹല്ലേലൂയ. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ പുരോഹിതൻ ഹല്ലേലൂയ വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഞാനൊരു പുരോഹിതനാണ്. ഹല്ലേലൂയ. ഞാനൊരു പുരോഹിതനാണ്. ക്രിസ്തുവിന്റെ സ്നേഹമാണ് സഹോദരൻ ഞാൻ നിങ്ങൾക്ക് പകരുന്നത്. നിങ്ങളെ പോലെ പണ്ട് ഞാനും ജഡത്തിൽ വസിച്ചവനായിരുന്നു, ജഡത്തിൽ ജീവിച്ചവനാ. ഒരുപാട് പാപത്തിന്റെ കറകൾ എനിക്കുണ്ടായിരുന്നു. ആ പാപത്തിന്റെ കറകൾ നിറഞ്ഞ് എന്റെ ജീവിതത്തിൽ നിന്ന് ആ പാപത്തെ നീക്കിയിട്ട് തുടച്ചു മാറ്റിയിട്ട് എന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ മാറ്റിയിട്ട് എന്നിലേക്ക് ക്രിസ്തു കടന്നു വന്നു. ഞാൻ ജഡത്തിന്റെ പ്രവൃത്തികൾ ഉരിഞ്ഞു കളഞ്ഞ് ഞാൻ ക്രിസ്തുവിനെ ധരിച്ചു, ക്രിസ്തുവിനെ സ്വീകരിച്ചു, ക്രിസ്തുവിന്റെ രക്ഷിതാവായി വന്നു. അന്ന് തൊട്ടേ കർത്താവിന്റെ വേല ചെയ്യുക. ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം പരിശുദ്ധാത്മാവ് എനിക്ക് തന്നു. ആത്മാവിനെ എന്റെ ഉള്ളിൽ തന്നപ്പോൾ ആത്മാവിന്റെ ഫലമായ സ്നേഹം എന്റെ ഉള്ളിൽ ദൈവം നിറച്ചു. ഞാൻ ആ സ്നേഹമാണ് നിങ്ങൾക്ക് നൽകി തരുന്നത്. കണ്ടൊരു പാതിരിയുടെ സ്വഭാവം കണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള പുരോഹിതന്മാരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഹല്ലേലൂയ. കണ്ടൊരു സ്നേഹം ഉണ്ട് കേട്ടോ, ചിലരൊക്കെ ഉണ്ട്. ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന അനവധി ദൈവദാസന്മാരെ എനിക്കറിയാം. ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്നത്, മറ്റുള്ളവരെ കരുതുന്ന, മറ്റുള്ളവർ ചേർത്ത് പിടിക്കുന്ന, അവരുടെ സങ്കടങ്ങൾ കാണുന്ന, അവരുടെ കഷ്ടതയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവരെ കൈപിടിച്ചുയർത്തുന്ന, എല്ലാവരും തട്ടി ഈ നദിയിലേക്ക് ഇടുന്നതുപോലെ തള്ളിക്കളയുമ്പോൾ വീണ്ടും ചേർത്ത് പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന അനവധി ദൈവദാസന്മാരുണ്ട് കേട്ടോ, അനവധി ദൈവമക്കളുടെ പേരെ. അതുകൊണ്ട് ഈ പാതിരിയുടെ സ്നേഹം. അപ്പൊ ഈ മനുഷ്യനോട് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ മദ്യപാനം നിന്നു.
ഈ വക്കീൽ എന്ന് പറഞ്ഞ ഈ വേലക്കാരൻ മദ്യപാനം തിന്നു. അദ്ദേഹത്തിന്റെ ദുർസ്വഭാവങ്ങളെല്ലാം മാറി അദ്ദേഹം ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പൊ ഈ പാതിരി രക്ഷിത ഇവനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ പാതിരിയുടെ കഷ്ടപ്പാടിൽ അവനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു. അവൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചു. യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ഈ വേലക്കാരൻ തന്റെ മദ്യത്തിൽ നിന്ന് പുറത്തു വന്നു, തന്റെ ദുർജീവിതം പുറത്തു വന്നു, താൻ ക്രിസ്തുവിൽ സ്വതന്ത്രമായി മാറി. മനസ്സിന് സമാധാനം വന്നു, മനസ്സിന് സന്തോഷം വന്നു, ജീവിക്കണം താല്പര്യം വന്നു. അല്ലേ? അപ്പം പാതിരി മുൻകൈയെടുത്തു. നിന്നെ വിട്ടുപോയാ, നിന്നെ ഉപേക്ഷിച്ചു പോയാ, നിന്നെ ആട്ടി പുറത്താക്കിയ നിന്റെ ഭാര്യയോടും മക്കളോടും സംസാരിക്കാം. അല്ലേ? അങ്ങനെ പാതിരി മുൻകൈയെടുത്ത് അദ്ദേഹത്തെ കൂട്ടി അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മക്കളെ അരികെ ചെന്നു. അദ്ദേഹത്തിന് സംഭവിച്ചും അദ്ദേഹത്തിന് ഇപ്പോഴും ജീവിതമല്ല ഈ പാതിരി പറഞ്ഞു കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ വീണ്ടും ചേർത്ത് പിടിച്ചു. കണ്ട സ്നേഹത്തിന്റെ ആ കരുതൽ എവിടെയാന്ന് നോക്കി. അപ്പൊ ആത്മാവിന്റെ ഫലം എന്നൊക്കെ പറയുന്നതിനെ നമ്മളതിനെ നിസ്സാരമായി കാണരുത്. അല്ലെ? അതിനകത്ത് എന്താണ് ദൈവം ചെയ്യുന്നത്, ദൈവത്തിന് എന്താണ് ചെയ്യുവാൻ കഴിയുന്നത്? ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹം എന്റെയും നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ഉപദേശിച്ചു തരും. പ്രൈസലോടല്ലേ? അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മക്കളോടും അദ്ദേഹം ഒന്നിച്ച് കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുവാൻ തുടങ്ങി. അങ്ങനെ ആ കുടുംബത്തെ തന്നെ നേടി എന്ന് പറഞ്ഞാൽ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ചു. അല്ലേലിയ! കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ അവർ അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുരുങ്ങിയെന്ന് അപ്പോസ്തലപ്രവൃത്തി 16:25 നമ്മൾ കാണുന്നുണ്ട്. ആമേൻ. കാരാഗ്രഹത്തിൽ തടവുള്ളികളായിരുന്ന പൗലോസിന്റെയും ശീലാസിന്റെയും തടവിൽ കിടക്കുന്ന സകലുടെയും കൈമേൽ കാലുകളുള്ള ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണു. അല്ലേലിയ! അപ്പം ഉറക്കത്തിലായി നിദ്രയിലായിരുന്ന കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നപ്പോൾ എന്ത് ചെയ്തു? കാരാഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നതും സ്വന്തം തടവുകാരെല്ലാം ചങ്ങലകൾ അഴിഞ്ഞ് അവർ സ്വതന്ത്രമായി നിൽക്കുന്നതും കണ്ട് കാരാഗ്രഹ പ്രമാണിക്ക് ഒരു ഭയം. അല്ലേലിയ! കാരാഗ്രഹ പ്രമാണി ഭയപ്പെട്ട് തന്റെ വാളൂരി തന്നെ തന്നെ കുത്തി താൻ തന്നെ മരിക്കുവാൻ ഇടുമ്പോൾ പൗലോസ് പറഞ്ഞു, നിനക്കൊന്നും ചെയ്യരുത്, നിനക്കൊരു ദോഷം ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം വിളകിയെങ്കിലും കാരാഗ്രഹത്തിൽ കിടന്ന എല്ലാ തടവുകളുടെ കൈകാലുകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണുവെങ്കിലും ഞങ്ങളാരും രക്ഷപ്പെട്ടു പോയിട്ടില്ല. ഞങ്ങളാരും രക്ഷപ്പെട്ടു പോകാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളാരെങ്കിലും ഒരാളെങ്കിലും ഇതിനകത്ത് ഇറങ്ങി ഓടിയാൽ നാളെ നിനക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥൻ വരുമ്പോൾ നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്തെടുക്കാത്തതുകൊണ്ട്, പൂർത്തീകരിക്കാത്തതുകൊണ്ട്, നീ ഉറങ്ങിപ്പോയത് കൊണ്ട് തടവുള്ളികളെല്ലാം രക്ഷപ്പെട്ടു. അതുകൊണ്ട് നിന്റെ ജീവൻ അപകടത്തിലാണ്. കാരാഗ്രഹ പ്രമാണിയുടെ ജീവൻ അപകടത്തിലാണ്. അത് പൗലോസിന് മനസ്സിലായി, ശീലാസിന് മനസ്സിലായി, കൂടെയുള്ളവർക്ക് മനസ്സിലായി. അതുകൊണ്ട് കാരാഗ്രഹ പ്രമാണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൗലോസും കൂടെയുള്ളൊരു കാരാഗ്രഹത്തിൽ തന്നെ നിന്നു. അപ്പോഴാണ് ഈ കാരാഗ്രഹ പ്രമാണി പൗലോസിന് ചോദിക്കുന്നത്. അതുവരെ തടവുള്ളികളായിരുന്നവരെല്ലാം ഈ കാരാഗ്രഹ പ്രമാണി യജമാനെ എന്ന് വിളിച്ചെങ്കിൽ ഇപ്പോൾ എന്താണ് ഈ കാരാഗ്രഹ പ്രമാണി യജമാനെന്ന് വിളിച്ച് ഈ യജമാൻ ഇപ്പം പൗലോസിനെ കയറി വിളിക്കുക, യജമാനെ രക്ഷമായിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രവീശലോ. അപ്പൊ പൗലോസ് പറഞ്ഞൊരു മറുപടിയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അപ്പോസ്തലപ്രവൃത്തി 16:31 കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നോ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. പ്രൈസലോടല്ലേറിയ. അങ്ങനെ കാരാഗ്രഹ പ്രമാണി പൗലോസിന് ശീലാസിനെയൊക്കെ അവന്റെ ഫാമിലി കുട്ടി മുറിവുകളൊക്കെ കെട്ടി അല്ലേറിയ അവരെ സ്വീകരിച്ച് അങ്ങനെ കാരാഗ്രഹ പ്രമാണി കുടുംബവും രക്ഷ പ്രാപിച്ചു. കണ്ടോ? ആത്മാവിന്റെ ഫലമുണ്ടായിരുന്ന പൗലോസ് അല്ലേറിയ കാരാഗ്രഹത്തിൽ ചങ്ങലയിലാണ് അകപ്പെട്ടെങ്കിലും, ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവനാണെങ്കിലും തന്നെ പിടിച്ചുകൊണ്ടുവന്ന തന്നെ ചന്തസ്ഥലത്തോട് വലിച്ചുരിച്ചുകൊണ്ട് ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിലും വേദനയുണ്ടെങ്കിലും ആത്മാവിന്റെ ഫലമുള്ള പൗലോസ് രാത്രിയിൽ കാരാഗ്രഹത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? കാരാഗ്രഹ പ്രമാണിയും കുടുംബത്തെയും നേടുവാൻ കഴിഞ്ഞു. ആത്മാവിന്റെ ഫലമുള്ളവന്റെ ജീവിതം അങ്ങനെ കേട്ടോ. ശുശ്രൂഷ എങ്ങനെയാണ്? നമ്മളിതൊക്കെ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ആത്മാവിന്റെ ഫലം നമ്മളുണ്ടോ? ആത്മാവിന്റെ ഫലമുണ്ടായിരുന്ന ഈ പാതിരിയെ ആ മനുഷ്യനെ നേടിയതുപോലെ ആത്മാവിന്റെ ഫലത്തെ നിറയപ്പെട്ട് ജയിലടയ്ക്കപ്പെട്ട പൗലോസ് കാരാഗ്രഹ പ്രമാണിയെ നേടിയതുപോലെ എന്നെ കേൾക്കുന്ന സോദാറിയെ
ജീവിതത്തിൽ കഷ്ടങ്ങൾ കടന്നു വരും, പ്രയാസങ്ങൾ കടന്നു വരും, ജയിലറ കടന്നു വരും, നിന്ദകൾ കടന്നു വരും, ഉപദ്രവം കടന്നു വരും. ആമേൻ. വളരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോയേക്കാം. ഈ പാതിരിയെ നദിയിൽ തള്ളിയിട്ടതുപോലെ, ആമേ പൗലോസിനെ ശിലാസിനെ കാരാഗ്രഹത്തിൽ അടച്ചതുപോലെ നിന്നെ പലരും തള്ളിയിടാൻ ശ്രമിക്കാം, നിന്നെ പലരും കൽത്തുറങ്കിൽ അടയ്ക്കാൻ ശ്രമിച്ചേക്കാം. അവിടെ നിന്റെ ഉള്ളിലെ ആത്മാവിന്റെ ഫലം നഷ്ടപ്പെട്ടു പോകരുത്. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വതിരെ ഇന്ന് പകൽ നിനക്ക് ആ ദൈവത്തിന് തീരുമാനം എടുക്കാൻ കഴിയുമോ? അല്ലേരിയ. ആ ഒരു തീരുമാനത്തിൽ വേണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ആത്മാവിന്റെ ഫലം എന്നൊക്കെ പറയുന്നത് അത് വലിയ സ്നേഹനിർഭരമായ വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ വെച്ച് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആത്മാവിന്റെ ഫലമാണ്. നിങ്ങൾക്കൊരു പക്ഷേ വിദേശത്തു നിന്നോ സ്വദേശത്തു നിന്നോ നിങ്ങളുടെ ഉറ്റൂരോ ബന്ധുക്കളോ ബന്ധുമിത്രാദികളോ ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ എന്തെങ്കിലും ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങൾ വീട് വെക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം നടക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കല്യാണം നടക്കുമ്പോൾ അയൽവാസികളിൽ ക്ഷണിക്കപ്പെട്ടവരൊക്കെ കടന്നു വന്ന് നിങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ തരും. അല്ലേരിയ. അങ്ങനെ ഒരു ഗിഫ്റ്റിന് ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷമില്ലേ? അല്ലേരിയ. എനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷം നിങ്ങൾ സന്തോഷിച്ചിട്ടുണ്ടല്ലോ അല്ലേ? എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ ലോകം തന്ന ലോകപരമായ എന്നേക്കുമായിട്ട് നശിച്ചു പോകുന്ന കത്തിച്ചാമ്പലാകാനുള്ള ഒരു പിടി ചാരമാകാനുള്ള ആ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സന്തോഷിച്ചെങ്കിൽ ആ ഉയരങ്ങളിൽ വസിക്കുന്ന ഉന്നതങ്ങളിൽ വസിക്കുന്ന ഉന്നതൻ ഉയർന്നിരിക്കുന്ന ശാശ്വതവാസിയും പരിശുദ്ധനുമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് നമുക്ക് തന്ന പരിശുദ്ധാത്മാവാകുന്ന കാരിസൻ, ആ പരിശുദ്ധാത്മാവാകുന്ന കാരിസൻ നമ്മുടെ ഉള്ളിൽ പങ്ക് സ്നേഹം എന്ന ഗിഫ്റ്റിന്റെ വില എത്ര വലുതാ ശ്രോതാവേ. ഈ സ്നേഹം എന്ന ഗിഫ്റ്റിന്റെ വില എത്ര വലുതാ. ഇത് തീയിൽ കരിഞ്ഞു പോകുന്നതല്ല, ഇതൊരുവിടെ ചാരമാകുന്നതല്ല. നിന്റെ മരണം വരെ ഗിഫ്റ്റ് നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. നിന്റെ മരണത്താലല്ലാതെ സ്നേഹമെന്ന ഗിഫ്റ്റ് മാറാൻ പാടില്ല, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ. പ്രൈസോ. അപ്പം നമുക്ക് തന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റ് എടുത്ത് പറയുവാൻ, നമുക്ക് എടുത്ത് പ്രശംസിക്കുവാൻ, മറ്റുള്ളവർ പറയുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ ഫലമായ സ്നേഹമാണ്. പ്രൈസോ. അതിൽ വലിയ ഗിഫ്റ്റ് ഒന്നും കിട്ടാനില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു വലിയൊരു റോളക്സിന്റെ വാച്ചൊക്കെ ഗിഫ്റ്റ് കിട്ടിയാൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് കേടാകുന്നേ. ഇനി നിങ്ങൾക്ക് വലിയൊരു മേഴ്സിഡസ് കാർ അല്ലെങ്കിൽ BMW കാറൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയാലും, ഇനി 5 കോടി 6 കോടിയുടെ ഇപ്പം അതിനെക്കാട്ട് വലിയ കോടിയുടെ കാർ മതിക്കാനാവാത്ത വലിയ വാഹനങ്ങളൊക്കെ അതൊക്കെ ഗിഫ്റ്റ് കിട്ടിയാലും അത് കുറച്ച് കഴിയും പഴഞ്ചനാകുന്നേ. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ പഴഞ്ചനാകും, പഴയതാകും, തുരുപ്പ് പിടിക്കും. അല്ല പിന്നെ അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം, നന്നാക്കണം. ചിലത് നന്നാകും, ചിലത് നന്നാകത്തില്ല. എന്നാൽ ഓർത്ത് നോക്കി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്നേഹമാകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പഴഞ്ചനാകത്തില്ല. സ്നേഹമാകുന്ന ഈ സ്നേഹത്തിൽ ഒരിക്കലും തുരുപ്പ് പിടിക്കത്തില്ല, അതിൽ കറ പുരളത്തില്ല. അല്ലേ? എന്നാൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ സ്നേഹത്തെ നീ നിലനിർത്തണം. അല്ലേ? ആരുടെ മുമ്പിൽ, ഏത് ശത്രുവിന്റെ മുമ്പിൽ, നിന്നെ ഉപദ്രവിക്കുന്നവരുടെ മുമ്പിൽ, നിന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ഈ സ്നേഹം നീ അവരെ സ്നേഹം കൊണ്ട് നീ അവരെ പൊതിയണം. പ്രൈസലോ. ഈ പാതിരിക്ക് വേണേ ആ മനുഷ്യൻ ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു, പക്ഷെ പാതിരി പോയില്ല. പൗലോസിനെ വേണേ കാരാഗ്രഹത്തിൽ കൂടി രക്ഷപ്പെടാമായിരുന്നു, പക്ഷെ അവർ കൂടി ഒളിച്ചില്ല. അവരെ നേടുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ സ്നേഹം എന്തിനാ ദൈവം നമുക്ക് തന്നത്? അവന്റെ ഫലമായ സ്നേഹം എന്തിനാ തന്നത്? പാപികളും ദോഷികളുമായിരിക്കുന്ന വക്രതയും കോട്ടവുമുള്ള തലമുറ, അല്ലെങ്കിൽ ദോഷവും വ്യഭിചാരമുള്ള തലമുറ, അതിക്രമങ്ങളും പാപങ്ങളും നിറയപ്പെട്ട് കിടക്കുന്ന തലമുറ, നാശകരമായ കുഴിഞ്ഞ ചേറ്റം കിടക്കുന്ന തലമുറ, അവരെ പാപത്തിന്റെ ചുഴിയിൽ നിന്ന്, പാപത്തിന്റെ കെണിയിൽ നിന്ന്, ആ പാപത്തിന്റെ കുഴിനരെ വലിച്ചെടുത്ത് അല്ലേ ആത്മാവിന്റെ ഫലം പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് സ്നേഹമാകുന്ന ഗിഫ്റ്റ് തന്നിരിക്കുന്നത്. അതങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ സ്നേഹമാകുന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന എത്രയോ കുടുംബങ്ങളാണ് തകർന്ന് കിടക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ ജീവിതത്തിൽ തകർന്ന ജീവിതം ചിന്ന ഭിന്നമായി. ആമി കുടുംബത്തിനകത്ത് സമാധാനമില്ല, സ്വസ്ഥതയില്ല, പരസ്പര സ്നേഹമില്ല, തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഉടഞ്ഞ ചില്ലുകുപ്പി പോലെ പല ജീവിതങ്ങളുമായി കിടക്കുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് നിന്നെ ദൈവം അയച്ചിട്ട് എന്ത് ചെയ്യും? ഈ സ്നേഹത്തിന്, ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹം നീ പകർന്നു കൊടുക്കുമ്പോൾ, അത് നീ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ഉടഞ്ഞുപോയ പല ജീവിതത്തെയും നിനക്ക് നേടിയെടുക്കാൻ കഴിയും.
പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഫലം വേണം. ആത്മാവിന്റെ ഫലമുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയും. ഭർത്താക്കന്മാരുടെ ആത്മാവിന്റെ സ്നേഹം ഉണ്ടെങ്കിൽ നിന്റെ ഭാര്യയെ നിനക്ക് ചേർത്ത് പിടിക്കാൻ കഴിയും. രണ്ടുപേരും ആത്മാവിന്റെ ഫലത്തിനാണെങ്കിൽ ആ കുടുംബം ഒരു സ്വർഗമാണ്. ഹല്ലേലൂയ. എന്ന ആത്മാവിന്റെ ഫലം നഷ്ടപ്പെട്ടു പോയതല്ലേ നിന്റെ കുടുംബം ചിന്ന ഭിന്നമായി മാറിയത്, നിന്റെ ജീവിതം തകർന്നത്, നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ അടിത്തറ തകർന്നില്ലേ? ഹല്ലേലൂയ. ഇന്ന് പകലിൽ നീ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണം. അപ്പൊ പൗലോസാണ് ആത്മാവിന്റെ ഫലമോ നല്ലൊരു സ്നേഹം അത് നിന്നിലുണ്ടോ? നമ്മളത് ഉണ്ടാകണം. നമ്മളത് ഉണ്ടെങ്കിൽ മാത്രമേ ക്രൈസ്തവ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് അല്പം ചിന്തിച്ചു നോക്കിയാട്ട് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഫലം കൊടുക്കുവാൻ കഴിയണം. നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ഈ ആത്മാവിന്റെ ഫലം കൊടുക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞില്ല, ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ, ഒരുപാട് പ്രശ്നങ്ങൾ. ഹല്ലേലൂയ. രാത്രി യാമങ്ങളിൽ കരയുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കറിയാവും. ഞാൻ ഒരുപാട് കണ്ണുനീരിന്റെ കരവിലൂടെ കടന്നു പോവുക, ഒരുപാട് വേദനയുടെ അനുഭവത്തിൽ കടന്നു പോവുക. പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്, സങ്കടപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ തകർന്നു പോകാത്തത് എന്തുകൊണ്ടാണ്? കർത്താവ് എനിക്ക് തന്നിരുന്ന ആത്മാവിന്റെ ഫലമായ സ്നേഹത്തിന് തുരുമ്പ് പിടിക്കാതെ, കറ പുരളാതെ ആ സ്നേഹത്തെ ഞാൻ എൻ്റെ ഉള്ളിൽ നിർത്തുന്നുണ്ട്. എൻ്റെ സങ്കടങ്ങളെല്ലാം ചിരിച്ചു തീർക്കുക. ഒരു പുഞ്ചിരി കൊണ്ട് എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ തീർക്കുക. നിങ്ങളൊക്കെ കടന്നു പോകുന്നേക്കാൾ ഒരുപാട് സങ്കടങ്ങൾ ഞാൻ കടന്നു പോകുന്ന ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറില്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സ്നേഹിത, ആത്മാവിന്റെ ഫലമുണ്ടെങ്കിൽ തകർച്ച നമുക്ക് ഉയർച്ചയിലേക്ക് വരാൻ പറ്റും. പ്രൈസോ. തകർച്ച വരുമ്പോൾ, തളർച്ച വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, നീ മടുക്കുമ്പോൾ, കുടുംബത്തിനകത്ത് ഭിന്നത വരുമ്പോൾ, കുടുംബ ജീവിതം തകരുമ്പോൾ, അല്ലെങ്കിൽ തലമുറയെ കൊണ്ട് ഭാരപ്പെടുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, കഷ്ടങ്ങൾ കടന്നു, ദാരിദ്ര്യം കടന്നു വരുമ്പോൾ, സാമ്പത്തിക ഞെരുക്കം കടന്നു വരുമ്പോൾ, ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒക്കെ നീ പലപ്പോഴും തരിപ്പണമായി പോകാറല്ലേ? അവിടെ നിന്ന് തളർന്നു പോകരുത്. സ്നേഹമാകുന്ന ആ സ്നേഹം കൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ നീ അതിജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഇതൊക്കെ താൽക്കാലികമായ ജീവിതമല്ലേ? നമ്മുടെയൊക്കെ ജീവിതം താൽക്കാലികമല്ലേ? ഇന്ന് സ്ഥിരമൊന്നും അല്ലല്ലോ. ഈ കൂടാരം നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണ്ടേ? അല്ലേ? അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന സ്നേഹത്തിനാണ് വില. സ്നേഹത്തോളം വിലയുള്ള ഒരു പൊന്നും ഇവിടെ ഇല്ലെന്നേ. നമുക്ക് സ്വർണത്തിന് കഴിഞ്ഞിലേക്ക് വാർത്തോട്ട് പവൻ ഏതാണ്ട് 1.25 ലക്ഷം ഒക്കെ. ലേരിയ സ്വർണത്തിന് 1.25 ലക്ഷം രൂപ വിലയായതുകൊണ്ട്, വില കൂട്ടിയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ആരും സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചു വന്ന് നിൽക്കരുതെന്ന് ഞാനൊരു അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടു. ലേരിയ കഴിഞ്ഞിടെ ഏതോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അനൗൺസ്മെന്റ് ചെയ്തതാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കണ്ടതാ. സ്വർണത്തിന് 1.25 കോടി രൂപ വിലയായതുകൊണ്ട് ആരും സ്വർണ്ണാഭരണം ധരിച്ചുകൊണ്ട് ആമി റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റോപ്പുകളിലോ എയർപോർട്ടുകളിലോ വരാൻ പാടില്ല. ആമി പൊതുമേഖലയിൽ വരാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഈ 1.25 ലക്ഷം രൂപ വില കൂടിയുണ്ട്. ഈ സ്വർണം ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകും. അല്ലേരിയ. കാരണം അതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, ആരും കള്ളന്മാർ പിടിച്ചു കൊടുത്തിട്ട് പോകും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഈ സ്വർണത്തെക്കാൾ, സ്വർണത്തിന് 1 ഗ്രാമിന് 1.25 ലക്ഷം രൂപ വിലയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹത്തിന് എത്ര നിങ്ങൾ വില പതിക്കും? പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ളിൽ ദൈവം നൽകുന്ന ആത്മാവിന്റെ ഫലം പൊന്നിനേക്കാൾ വിലയുള്ളതാണ്, തങ്കത്തേക്കാൾ വിലയുള്ളത്. ആരും വിലമതിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഈ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവിന്റെ ഫലം കൊണ്ട്, ആ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കാം, ഏത് ബസ് സ്റ്റേഷനിൽ പോയി നിൽക്കാമെന്ന്, ഏത് സ്ഥലത്തും നിങ്ങൾക്ക് ഈ ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. തനിയെ യാത്ര ചെയ്യാം, രാത്രി യാത്ര ചെയ്യാം, പകൽ യാത്ര ചെയ്യാം. കൂടെ ആരും വേണ്ട. നിങ്ങളുടെ കഴുത്തിലെ പൊന്നു പൊട്ടിച്ചുകൊണ്ട് പോകുന്നത് പോലെ ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹത്തെ പറിച്ചെടുത്തു കൊണ്ടുപോകാൻ ആർക്കും കഴിയില്ല. അല്ലേ? അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വില കൂടിയ വസ്തുത സ്നേഹം. എന്നെ കേൾക്കുന്ന മാതാവേ, ഇതാണ് നമ്മുടെ കർത്താവ് നമുക്ക് തന്നത്. ഒന്നുകൂടെ ഞാൻ അതിനെ കുറിച്ച് പറയട്ടെ. പാപികളും ദോഷികളുമായിരുന്ന എന്നെ നിങ്ങളെ രക്ഷിപ്പാൻ വേണ്ടി ആ പാപത്തിന്റെ കറകളെ നീക്കി നമ്മുടെ ഉള്ളിലെ ആത്മാവിന്റെ ഫലം തരാൻ, സ്നേഹത്തെ തരാൻ വേണ്ടി പിതാവ് തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാന്റെ സുവിശേഷം 3:16 എന്താണ് വായിക്കുന്നത്? തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതേപോലെ
നമ്മളെ പാപത്തെ വിളിച്ച് ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടി ഇവിടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗമഹിമകളെ വെട്ടി ഭൂമിയിലേക്ക് വന്ന് ആമി 33 തിരുവചനം ജീവിച്ച് 3.5 വർഷം തന്റെ പരിശുശ്രൂഷയുടെ അനവധി ആളുകളുടെ ഹൃദയങ്ങളിൽ സ്നേഹം നിറച്ച് അവസാനം കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി മാറി. അല്ലേരിയ കാൽവരി നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരുത്തുന്ന ആ സ്നേഹത്തിന്റെ ഉറവാകുന്ന ആ ഉറവ നമ്മുടെ ഉള്ളിലേക്ക് നൽകി. അല്ലേരിയ അതെ, ഈ സ്നേഹമാകുന്ന ഉറവ് നിന്റെ ഉള്ളിൽ പറ്റിപ്പോകരുത്. അത് ഒഴുകിക്കൊണ്ടിരിക്കണം. അനേകർക്ക് ഈ സ്നേഹത്തെ നീ പകർന്നു കൊടുക്കണം. ഒരു കാരണവശാലും നീ മറ്റൊരാളെ കോപിക്കാനോ അവരോട് ക്ഷുഭിതനായി മാറാനോ അവരോട് കോപത്തോട് സംസാരിക്കാനോ കഴിയാതെ അല്ലേരിയ നീ എപ്പോഴും സൗമ്യതയുടെ ആത്മാവിൽ താഴ്മയുടെ കൃപയുടെ സ്നേഹത്തിന്റെ അതേ അളവിൽ നിന്ന് സംസാരിക്കണം. രക്തം ചെയ്യും നമുക്കതിന് കഴിയണം കേട്ടോ. കാരണം കർത്താവ് വരാൻ സമയമായി, യേശു വരാൻ സമയമായെന്നേ. ഇനി അധിക കാലമൊന്നും നമുക്കില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, ഇവിടെ ദൈവത്തിന് പരമായി ദൈവം ചിലരെ എഫേസ്യ ലേഖനം 4:11 ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ദൈവസഭയ്ക്ക് നിയമിച്ചു. പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ നാം എല്ലാം രാജകീയ പുരോഹിത വർഗമാ. അന്ധകാരത്തിന്റെ അത്ഭുത പ്രകാശത്തിൽ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗം വിശുദ്ധ സ്വന്തം ജനവുമാണെന്ന് 1 പത്രോസ് 2:9. അതേ, നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവം തെരഞ്ഞെടുത്ത സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് വെച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ വാക്കുകൾ മാത്രമേ പുറപ്പെടുവിക്കാവൂ. രക്തം ചെയ്യും. പ്രൈസലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ ഹൃദയ സ്നേഹത്തെ നിറയട്ടെ. മറ്റെന്തിനേയും നിങ്ങൾ വിട്ടുകളയും. എല്ലാ കയ്പും വിട്ടുകളയണം. എല്ലാ കയ്പും വിട്ടുകളയും, വിദ്വേഷം വിട്ടുകളയും. ആരും പഴിചാരാതെ, ആർക്കും ഇതിനെ ദോഷം ചിന്തിക്കാതെ, ആരും നമ്മൾ നിന്ദിക്കാതെ പരിഹസിക്കാതെ നമ്മുടെ ഉള്ളിൽ സ്നേഹത്തെ കൊടുക്കണം. ഞാൻ പറയാം, ലണ്ടനിലെ നദിയുടെ കരയിൽ ഒരു പാതിരി ആ ഒരു വേലക്കാരന്റെ വേഷം ധരിച്ച് പണിയെടുത്തപ്പോൾ അതിൽ വേലക്കാരൻ പാതിരിയെ തള്ളി നദിയിലേക്ക് ഇറച്ചും കളഞ്ഞിട്ടും അദ്ദേഹം സ്നേഹത്തോടെ നദിയിൽ കയറി വന്ന് ഈ വേലക്കാരനെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തോടെ തന്റെ പഴയ ജീവിതം തിരിച്ചു കൊടുത്തെങ്കിൽ, അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ കഴിഞ്ഞെങ്കിൽ, പൗലോസും ശീലാസും കാരാഗ്രഹിച്ചതും കാരാഗ്രഹപ്രമാണം നേടാൻ കഴിഞ്ഞെങ്കിൽ, നമ്മൾ ചിലതൊക്കെ കർത്താവിനോട് ചെയ്യണം. നിങ്ങളെക്കുറിച്ച് കർത്താവിന്റെ പദ്ധതി അതാകട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. അതിന് കഴിയാതെ പോയെങ്കിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാമോ? കർത്താവേ, ഇന്ന് തൊട്ട് എൻ്റെ ഉള്ളിൽ ആത്മാവിന്റെ ഫലം മാത്രമേ പുറപ്പെടുകയുള്ളൂ. സ്നേഹം. കണ്ണുകളടച്ചാട്ട്. തകർന്നു കിടക്കുന്ന ജീവിതമുണ്ട്, ഉടഞ്ഞു കിടക്കുന്ന ജീവിതമുണ്ട്, സമാധാനമില്ലാത്തതുണ്ട്, സ്വസ്ഥതയില്ലാത്തതുണ്ട്, മരണം മതി എന്ന് പറഞ്ഞിരിച്ചിട്ടുണ്ട്. ഇതുപോലെ സഹോദര സഹോദരി, നീ സ്വയം മരിക്കുമല്ല ദൈവം വിളിച്ചത്. ആത്മാവിന്റെ ഫലമുള്ളവളായി, സ്നേഹമുള്ളവനായി നീ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളണം. തീരുമാനമെടുത്ത് കർത്താവിനോടൊപ്പം ചേർന്നതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനാണ് ഈ ദൈവത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 3.3 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തതും അന്യസംസ്ഥാനത്തുള്ള ആളുകൾ ഇന്ത്യ രാജ്യത്തിനകത്ത് 29 സംസ്ഥാന 7 വർഷങ്ങളായി 145 കോടി ജനത്തിന് 7 ഭൂഖണ്ഡങ്ങൾക്കകത്ത് കർത്താവ് 800 കോടി ജനതലമുറ എണ്ണത്തിൽപ്പെടാത്തവരും രാജ്യരാഷ്ട്രധനന്മാർ, അധികാരികൾ, ഭാഗ്യന്മാർ എല്ലാം കർത്താവ് ക്രമസമാധാന നിയമപാലകരും ജുഡീഷ്യൽ അടക്കം കർത്താവിയുടെ സാംസ്കാരിക എല്ലാ ജനതയും എല്ലാ കർത്താവ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസം പുള്ളിയോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന എല്ലാ ജനതയും അല്ലേരിയ കർത്താവ് ശൈശവത്തിൽ ബാല്യം കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും ഞാനും ചോട്ടൊരു തലമുറയിലായിരിക്കുന്ന എല്ലാ ജനത്തെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്നേഹം നഷ്ടപ്പെട്ട ആത്മാവിന്റെ ഫലമില്ലാതെ മനുഷ്യൻ കലിതുള്ളി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് സ്തോത്രം, ആത്മാവിന്റെ ഫലത്തെ നിറയപ്പെട്ട ആത്മാവിന്റെ ഫലമായ സ്നേഹത്തെ നിറയപ്പെട്ട് സകല മനുഷ്യൻ ക്രിസ്തു യേശുവിന്റെ ഭാവമുള്ളവരായി കർത്താവിന്റെ വരവിനായി ഒരുവൻ ജനത്തെ ഒരുക്കണമേ. എല്ലാ കോപം, ഈർഷ്യയും അസൂയ എല്ലാം നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനശിശുക്കളെ പോലെ വാമയൊക്കെ രക്ഷയ്ക്കായി വചനമെന്ന വായുമില്ലാത്ത പാൽ കുടിപ്പാൻ ഈ ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം. ദേശത്തും വിദേശത്തുമായിരിക്കുന്നവർ, യാത്ര ചെയ്യുന്നവരെ എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. ഞങ്ങളുടെ ദൈവദാസന്മാരെ ഓർക്കുന്നു. കർത്താവ് ജയിലിൽ കിടക്കുന്നവരുടെ കഷ്ടസഹിക്കുന്നവരുടെ ഗാസയിലും ആമയും കർത്താവ് പോലെ മനസ്സിലും ഒക്കെ അല്ലൊരു അപ്പോത്തന്നെ കർത്താവ് സുഡാനിലും ഒക്കെ ആഫ്രിക്കയിലൊക്കെ ഇന്ത്യൻ അനവധി ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്ന ഞങ്ങളുടെ ദൈവദാസന്മാരുടെ കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. എല്ലാവരും മനുഷ്യൻ എല്ലാവരും സമാധാനത്തിലേക്ക് മടങ്ങി വരുവാൻ
ശത്രുതയില്ലാത്ത ഒരു ലോകം സ്ഥാപിക്കപ്പെടുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. എന്നാൽ ജനവരിൽ ഒരുക്കപ്പെടുവാൻ ജനത ഒരുക്കണമേ. സകല മുഖത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.